നിങ്ങളുടെ പ്രണയത്തിൽ ഫൈറ്റ് നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയും. പുരുഷന്മാര് സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും. ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവളെ സ്വന്തമാക്കാൻ അല്ലെങ്കിൽ അവളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് എഫേർട്ട് വേണമെങ്കിലും ഇടും. അവസാനം പെൺകുട്ടി എസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ഈ എഫേർട്ട് ഇടലെല്ലാം പതിയെ പതിയെ നിർത്തും. ഇവിടെയാണ് നിങ്ങൾക്കിടയിലെ ഫൈറ്റ് നടത്തുന്നതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കിടക്കുന്നത്. അതായത് ഒരു പെൺകുട്ടി നിങ്ങളോട് എസ് പറയുക എന്ന് പറഞ്ഞാൽ അവളുടെ ലോകം നിങ്ങളിലേക്ക് മാത്രമാക്കി ചുരുക്കുന്നു എന്നും കൂടിയാണ് അർത്ഥം. അവളൊരു യെസ് പറയുന്നതിന് മുമ്പ് നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ആരാണ്, എന്താണ്, നിങ്ങളുടെ പ്രണയം ജെനുവിനാണോ, നിങ്ങളുടെ ജാതകം പോലും പഠിച്ചിട്ടായിരിക്കും ആ കുട്ടി നിങ്ങളോട് യെസ് എന്ന് പറയുന്നത്. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരിഷ്ടപ്പെടുന്ന ഒന്ന് അവർക്ക് സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ അവർ ആ ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് ഇടൽ പതിയെ പതിയെ കുറയ്ക്കും. കാരണം അവർ ചിന്തിക്കുന്നത് അവൾ എൻ്റെതായല്ലോ, എൻ്റെ സ്വന്തമായല്ലോ, എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, എൻ്റെ കൂടെ ഉണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് പിന്നീട് അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനിയിപ്പോ കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ട് അവളെ ഇംപ്രസ് ചെയ്ത് കൂടെ നിർത്തേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ പെൺകുട്ടികൾ നിങ്ങൾ കൊടുത്താൽ ലവ്, കെയർ, അറ്റൻഷൻ ഇതിലൊക്കെയാണ് അവൾ വീണത്. അവൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവൾ പ്രതീക്ഷിക്കുന്നത് പ്രണയത്തിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ അവളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ച ആ ഒരു സ്നേഹമുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു കെയറിങ് ചേട്ടായ അറ്റംപ്റ്റ്, അതാണ് അവളെ വീഴ്ത്തിയത്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും ലൈഫ് ലോങ് അവൾ പ്രതീക്ഷിക്കുന്നതും അതാണ്. പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്നേഹം കൗതുകം കുറയുമ്പോൾ അല്ലെങ്കിൽ സ്വന്തമായി കഴിയുമ്പോൾ അവരുടെ സ്നേഹത്തിന്റെ രീതി മാറും. അത് സ്നേഹം കുറയുന്നത് കൊണ്ടല്ല, ഇനിയിപ്പോ കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ട് അവളെ ഇംപ്രസ് ചെയ്ത് കൂടെ നിർത്തേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ പെൺകുട്ടികൾ നിങ്ങൾ കൊടുത്താൽ ലവ്, കെയർ, അറ്റൻഷൻ ഇതിലൊക്കെയാണ് അവൾ വീണത്. അവൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവൾ പ്രതീക്ഷിക്കുന്നത് പ്രണയത്തിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ അവളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ച ആ ഒരു സ്നേഹമുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു കെയറിങ് ചേട്ടായ അറ്റംപ്റ്റ്, അതാണ് അവളെ വീഴ്ത്തിയത്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും ലൈഫ് ലോങ് അവൾ പ്രതീക്ഷിക്കുന്നതും അതാണ്. പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്നേഹം കൗതുകം കുറയുമ്പോൾ അല്ലെങ്കിൽ സ്വന്തമായി കഴിയുമ്പോൾ അവരുടെ സ്നേഹത്തിന്റെ രീതി മാറും. അത് സ്നേഹം കുറയുന്നത് കൊണ്ടല്ല, തൻ്റെതായി കഴിഞ്ഞാൽ പിന്നീട് അവർ ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് ഒന്നും ഇടൂല എന്നുള്ളതാണ് സത്യം. ഗ്രാജുവലി ആ ഇംപ്രസ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു കാര്യം പിന്നീട് അങ്ങനെ കുറയ്ക്കും. ഇവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് എന്നോട് പഴയ പോലെ സ്നേഹമില്ല, ഇപ്പൊ എന്നെ കെയർ ചെയ്യുന്നില്ല, എൻ്റെ കൂടെ ഇരിക്കുന്നില്ല, പണ്ട് ഭയങ്കരമായിട്ടുള്ള സ്നേഹമായിരുന്നു ഇപ്പൊ അതില്ല എന്നൊക്കെയുള്ള പരാതിയും പരിഭവവും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ തുടങ്ങുന്നത്. സ്ത്രീകൾക്ക് പൊതുവെ ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടല്ലോ, അത് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം. അവരെ ഇംപ്രസ് ചെയ്യുന്ന കാര്യം പോലും ഈ ഇമോഷണൽ കണക്ഷൻ ആണ്. സോ നമ്മുടെ പാർട്ട്ണർ ആയിരിക്കുന്നിടത്തോളം കാലം അവരെ ഇംപ്രസ് ചെയ്യാൻ നമ്മൾ മനഃപൂർവ്വം എഫേർട്ട് എടുക്കുക തന്നെ വേണം. എന്നാലാണ് നമ്മുടെ